നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പൂനെയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പരിപാടി സങ്കല്പിച്ചിരുന്നു, ഛാത്രോം കി ഗൂഞ്ച്, അതായത് വിദ്യാർത്ഥികളുടെ അലയൊലികൾ. അപ്പോൾ ആ പരിപാടിയിൽ വെച്ച് അദ്ദേഹം ഒരു വിവാദപരമായ പ്രസ്താവന നടത്തി. രാഹുൽ ഗാന്ധിയും വിവാദങ്ങളും പരസ്പരം വേറിട്ട് നിൽക്കുന്ന വാക്കുകളല്ല എന്നുള്ളത് വാസ്തവമാണെന്നിരിക്കെ തന്നെ രാഹുൽ ഗാന്ധിയെ വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് അത്രയ്ക്കത്ര ഗൗരവമേ നൽകേണ്ടതുള്ളൂ. കാരണം പലപ്പോഴും ഒരു ലോകപരിചയമില്ലാത്ത, ബുദ്ധി വളർച്ചയില്ലാത്തൊരു വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകാറുണ്ടെന്ന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. പക്ഷേ BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഈ ഒരു സ്റ്റാർ ക്യാമ്പയിനറാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധി പുതിയതായിട്ട് എന്താണ് വിവാദപരമായി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, മനുസ്മൃതിയാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യമില്ലായ്മയ്ക്ക് കാരണം. അതിനായി അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് മനുസ്മൃതിയിൽ എപ്പോഴും കാലാകാലങ്ങളായി ബാബാ സാഹിബ് അംബേദ്കർ മുതൽ ഇന്നേക്കുള്ള രാഹുൽ ഗാന്ധി വരെ പറയുന്ന, രണ്ടുപേരെയും ഒരേ തട്ടിൽ താരതമ്യം ചെയ്യുകയല്ല ഞാൻ, ബാബാ സാഹിബ് അംബേദ്കർ പലതും പഠിച്ച് വിശദമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. രാഹുൽ ഗാന്ധി ആരോ പറഞ്ഞു കൊടുത്ത പിതാരക്ഷതി കൗമാരെ ആ ഇതുണ്ടല്ലോ, ഭർത്തൃരക്ഷതി യൗവനെ പുത്രോരക്ഷതി വാർദ്ധക്യെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ള വാക്ക്, സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നുള്ള ആ ഒരു ശ്ലോകം എടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞത്. ശരിയാണ്, അങ്ങനൊരു ശ്ലോകം മനുസ്മൃതിയിലുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അറിയാത്ത കാര്യം, അറിയാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം പ്രിയങ്ക ഗാന്ധി അല്ലാതെ ആരെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഹിന്ദു മതത്തെക്കുറിച്ചോ സനാതനധർമ്മത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചോ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളെക്കുറിച്ചോ നമ്മുടെ ഋഷിമാരുടെ ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള വിജ്ഞാനത്തെക്കുറിച്ചോ എന്തെങ്കിലും അറിവുണ്ടെന്ന്, സംസ്കൃതം വിട്ടേക്കൂ, ഇതിനെയൊക്കെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ മനുസ്മൃതിയിൽ തന്നെ എത്ര നാര്യസ്തു പൂജ്യന്തേ രമതേ തത്ര ദേവത എന്നുള്ള ശ്ലോകവും ഉണ്ടെന്നുള്ളത്. അതായത് എവിടെ നാരി പൂജിക്കപ്പെടുന്നു അവിടെ ദേവതകൾ രമിക്കുന്നു, ദേവതകൾ സന്തോഷത്തോടെ വസിക്കുന്നു എന്നുള്ള ശ്ലോകവും മനുസ്മൃതിയിലുണ്ടെന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. നമുക്കിത് വേണമെങ്കിലൊരു പ്രതിവാദമായിട്ട് ഇത്തരത്തിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യ അർഹതയില്ല എന്നുള്ള ശ്ലോകം മനുസ്മൃതിയിലുണ്ടെന്നുള്ളതിന് പ്രതിവാദമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യാം. അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ കാരണം രാഹുൽ ഗാന്ധിയുടെ ആ പൂനെയിലെ ചടങ്ങിൻ്റെ വേദി തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഘോരഘോരം സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയോട് ഒരു പെൺകുട്ടി പറയുന്നു, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് തലവഴി തുണി ഇട്ട് മൂടാൻ ആൾക്കാർ നിർബന്ധിക്കുന്നു. വെറുതെ പറയുന്നതാണെന്ന് ആ പെൺകുട്ടിയുടെ ശരീരഭാഷയും പറഞ്ഞാൽ, ഒരു സംസാര രീതിയും കണ്ടാലറിയാം ആരാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നത് ജീൻസും ടീഷർട്ടും ധരിച്ചാണ്, സ്കാർഫ് ധരിച്ചിട്ടില്ല. സ്കാർഫ് ധരിക്കണമെന്ന് പലരും പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ അതുമല്ല അവിടുത്തെ വൈചിത്ര്യം. രാഹുൽ ഗാന്ധിയുടെ ആ പെൺകുട്ടി ഇത് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെയും ആ പെൺകുട്ടിയുടെയും മധ്യത്തിൽ അടിമുടി ചാക്കുകെട്ടിൽ മൂടിയതുപോലൊരു രൂപം നിൽപ്പുണ്ട്. ആ വീഡിയോ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം, ഒന്ന് കണ്ടു നോക്കൂ. फैमिली के रिस्ट्रिक्शंस और सोसाइटी के रिस्ट्रिक्शंस कि इतने बजे घर क्यों आ रही हो, बाहर जा रहे हो स्कार्फ बांध के ही जाओ, या फिर और कुछ, इनसे बात मत करो, उनसे बात मत करो, ये मत पहनो. मम्मी पापा कहते हैं, कौन कहते हैं आपको? एक्चुअली मेरे मम्मी पापा सपोर्टिव है, बट हम ऐसे एरिया से आते हैं कि अगर हम पुणे में भी रह रहे हैं तो थोड़ा एरिया अलग पड़ता है सर, वहाँ पे सोसाइटी उनको रोक टोक करती है. കണ്ടല്ലോ, ഇവിടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ മനുസ്മൃതിയുടെ വൈരുദ്ധ്യം, അല്ലെങ്കിൽ മനുസ്മൃതിയെക്കുറിച്ചുള്ള അഭിപ്രായത്തിലെ വൈരുദ്ധ്യം കടന്നു വരുന്നത്. ഈ ഒരു അഭിപ്രായം പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം രാഹുൽ ഗാന്ധിക്കുണ്ട്. പക്ഷേ അദ്ദേഹം ഭാരതത്തിൻ്റെ ദൗർഭാഗ്യം കൊണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകളിൽ വലിയ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് അദ്ദേഹം ചെയ്യാറില്ല. അദ്ദേഹത്തിനൊരു 5 വയസ്സുകാരൻ്റെയോ 10 വയസ്സുകാരൻ്റെയോ ദുർവാശിയുള്ള മനസ്സാണ്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുസ്മൃതി എന്ന ഒരു ഗ്രന്ഥത്തെ നിയമമായി അല്ലെങ്കിൽ അതൊരു നിയമപുസ്തകമായി കണ്ട് ആരും ലോകത്ത് ഒരു രാജ്യവും ഭരിച്ചിട്ടില്ല, ഒരാളൊഴിച്ച്. ആ വ്യക്തിയിലേക്ക് ഞാൻ വരാം. ശ്രീരാമൻ്റെ കാലത്ത് മനുസ്മൃതി പിന്തുടർന്നില്ല, യുധിഷ്ഠിരൻ്റെ കാലത്ത് മനുസ്മൃതി പിന്തുടർന്നില്ല, പിന്നീട് വന്ന രാജാക്കന്മാരുടെ ലളിതാദിത്യമുക്തപീഡനാണെങ്കിലും ചക്രവർത്തിമാരായിട്ടുള്ള ശിവാജി ആണെങ്കിലും
പേഷ്വാ ബാജിറാവിൻ്റെ കീഴിലുള്ള മറാഠ സാമ്രാജ്യമാണെങ്കിലും മാർത്താണ്ഡവർമ്മയാണെങ്കിലും ചോള രാജാക്കന്മാരാണെങ്കിലും ഒന്നും മനുസ്മൃതി പിന്തുടരുന്നില്ല. ചോള രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ അതിലൊരു ചെറിയ തിരുത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാളൊഴിച്ച്. ചോള രാജാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധനായൊരു ചോള രാജാവ് രാജരാജ ചോഴനോ രാജേന്ദ്ര ചോഴനോ അല്ലാതെ പിന്നീട് പ്രസിദ്ധനായ, പിന്നീടെന്ന് പറയുന്നത് അവർ കഴിഞ്ഞാൽ പ്രസിദ്ധി നേടിയ ഏറ്റവും മഹാനായ ചോള രാജാവ് BC കാലഘട്ടത്തിൽ ഇവർക്കൊക്കെ മുമ്പേ രാജരാജ ചോഴനുമൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രനൊരു രഥവേഗത്തിൽ ഒരു പശുവിൻ്റെ കിടാവിനെ കൊലപ്പെടുത്തിയപ്പോൾ ആ പശു നീതിക്കായി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ തൂക്കിയിരുന്ന മണി തുടരെ അടിച്ചു. ആ കഥയുടെ പ്രതീകമാണ് മുതൽവൻ സിനിമയിൽ അർജുൻ ഒരു പരാതിപ്പെട്ടി വയ്ക്കുമ്പോൾ ഒരു പശു മണി അടിക്കുന്ന ചിത്രം അതിൽ വയ്ക്കുന്ന ഈ കഥയുടെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു സൂചനയാണ് ആ ചിത്രം നമുക്ക് നൽകുന്നത്. അപ്പോൾ പശു ആ മണി വന്നടിക്കുകയും അദ്ദേഹം പുത്രനെ വഴിയിൽ കിടത്തി സ്വയം രഥമോടിച്ച്, മന്ത്രിമാരാരും അതിന് തയ്യാറാകാത്തപ്പോൾ അവർക്ക് വിഷമം കൊണ്ടും രാജകുമാരനോടുള്ള സ്നേഹം കൊണ്ടും, രാജകുമാരൻ ദുഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല, അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമായിരുന്നു അദ്ദേഹത്തിന്. താൻ തന്നെ രഥമോടിച്ച് രാജകുമാരനെ ശിക്ഷിക്കുവാൻ ഒരുമ്പെടുകയും ചെയ്തൊരു രാജാവാണ് അദ്ദേഹം. പിന്നീട് ദേവതമാർ പരീക്ഷണമായിരുന്നു എന്നുള്ള രീതിയിൽ ആ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് ചരിത്രമാണ്, അദ്ദേഹത്തിൻ്റെ നീതിബോധം ചരിത്രമാണ്. ഏറ്റവും രസകരമായൊരു വസ്തുത, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷ പേര് മാത്രമേ, ഒരു വിശേഷണം നൽകിയിരുന്നു, ആ പേര് മാത്രമേ ആളുകൾക്കറിയുള്ളൂ. ആ പേരാണ് മനുനീതി ചോളൻ. അതായത് മനുവിൻ്റെ നീതി നടപ്പാക്കുന്ന ചോള രാജാവ് എന്ന രീതിയിൽ മനുനീതി ചോളൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്, ഇപ്പോഴും അറിയപ്പെടുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ. ആ രാജാവ് ഒഴിച്ച് മനുവിൻ്റെ നിയമങ്ങൾ പുലർത്തിപ്പോന്ന ഒരു രാജഭരണം ഒരു രാജാവും സനാതനധർമ്മത്തിലെങ്ങും, നമ്മുടെ ഗ്രന്ഥങ്ങളിലോ ചരിത്രങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണകഥകളിലോ പോലും ഒരിടത്തും ഇല്ല. പിന്നെ മനുസ്മൃതിയുടെ ആവശ്യം എന്താണ്? കാലാകാലത്തൊരു കോഡാണ്, കോഡ് ഓഫ് കണ്ടക്റ്റ് എന്നുള്ള രീതിയിൽ. ഇത് വേണമെങ്കിൽ പിന്തുടരാം, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ്. പക്ഷേ വള്ളി പുള്ളി കുത്തുകോമ വിടാതെ ലോകാവസാനം വരെ പിന്തുടരാം എന്ന് സ്വന്തം വിശ്വാസികളോട് നിഷ്കർഷിക്കുന്ന, അവരെ ഭീഷണിയിലൂടെ അതിന് വഴിപ്പെടുത്തുന്ന ഒരു മതഗ്രന്ഥം ലോകത്ത് നിലനിൽപ്പുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൻ്റെ ഒരു ഇര എന്ന് ആ മതത്തിൽ നിന്ന് വിട്ടുപോകുന്നവർ തന്നെ പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധിയുടെ പാർശ്വത്തിൽ അടിമുടി ചാക്കിൽ മൂടിയതുപോലെ നിന്നിരുന്ന രൂപം. ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം പ്രേക്ഷകർ തന്നെ ഒന്ന് ചിന്തിക്കുക. സ്വാതന്ത്ര്യം നൽകാതെ സ്ത്രീകളെ കെട്ടിപ്പൂട്ടിയിടുന്നത് മനുസ്മൃതിയാണോ അതോ മറ്റേതെങ്കിലും മതഗ്രന്ഥമാണോ? പച്ചയായിട്ട് തന്നെ പറയാം, ഇസ്ലാം മതത്തിലുള്ള സ്ത്രീകൾക്കുള്ള വിലക്കുകൾ മറ്റൊരു മതത്തിലും നിലനിൽക്കുന്നില്ല. ഹിന്ദു മതത്തിൽ, സനാതനധർമ്മത്തിൽ ഒരു കാലത്തും അത് നിലനിന്നിരുന്നില്ല. രാജാവിനോടൊപ്പം തന്നെ യുധിഷ്ഠിരനോട് ധർമ്മസംവാദം നടത്തിയ ദ്രൗപദിയും രാമനോട് തുല്യതയോടുകൂടി സംസാരിച്ച സീതാദേവിയും മറ്റ് പല സ്ത്രീരത്നങ്ങളെയും നമ്മുടെ ഇതിഹാസങ്ങളിലും, പുരാണ ഇതിഹാസങ്ങൾ അത് ചരിത്രങ്ങളാണ്, അവയിലും കാണാം, നമ്മുടെ ചരിത്രത്തിലും കാണാം. വളരെ വിശാലമായിട്ടുള്ളൊരു ചരിത്രം തന്നെ നമുക്കുണ്ട്. 10,000 വർഷങ്ങളുടെ ചരിത്രങ്ങളെ നമ്മൾ ചരിത്രമെന്ന് വിളിക്കുന്നു, അതിനു മുൻപോട്ടുള്ള ഇതിഹാസ ചരിത്രങ്ങളെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ രാമായണകാലം തൊട്ട് പിന്നോട്ടുള്ളതിനെ ഇതിഹാസ ചരിത്രങ്ങളെന്ന് വിളിക്കുന്നു. രാമായണം അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ മഹാഭാരതകാലം തൊട്ട് പിന്നോട്ടുള്ള ചരിത്രത്തെ ഇതിഹാസ ചരിത്രങ്ങളെന്ന് വിളിക്കുന്നു. അതിന് ശേഷമുള്ളവയെ യഥാർത്ഥ ചരിത്രമെന്നും വിളിക്കുന്നു. യഥാർത്ഥ ചരിത്രമെന്ന് പറഞ്ഞാൽ ആധുനിക ചരിത്രം. യഥാർത്ഥ എന്നുള്ള വാക്ക് തെറ്റാണ്, ക്ഷമിക്കണം. ആധുനിക ചരിത്രമെന്നും നാം വിശേഷിപ്പിക്കുന്നു. അവയിലെങ്ങും സ്ത്രീകളെ അടിച്ചമർത്തുവാനായി മനുസ്മൃതി ഉപയോഗിച്ചതായി ഒരു സൂചന പോലുമില്ല. അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ കഥകളുമില്ല. ശരിയാണ്, തട്ടിക്കൊണ്ടുപോയി അത്തരത്തിലുള്ള പല ദുഷ്ലാക്കോടുകൂടിയുള്ള ചെയ്തികളും സ്ത്രീകളെ പ്രതി ചെയ്തിട്ടുണ്ട് പലരും, പല ദുഷ്ടന്മാരും. അവർക്കുള്ള ശിക്ഷകൾ നൽകപ്പെട്ടിട്ടുമുണ്ട്. അതാണ് ആ കഥകളുടെ സാരം. അല്ലാതെ 24 മണിക്കൂറും ചാക്കിനുള്ളിലായിട്ട് ഒരു കൃഷിയിടമായിട്ട് തന്നെ ജീവിച്ചു കൊള്ളണം എന്നുള്ളൊരു വ്യവസ്ഥ ഇസ്ലാം മതം ഒരു സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ മനുസ്മൃതി എന്തായാലും ചെയ്യുന്നില്ല. ഈ വ്യത്യാസം തിരിച്ചറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ പോലും അത് പുറത്തു പറയുവാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് പപ്പു 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 എന്ന്
ഷെഹസാദ് പൂനാവാലയെ പോലുള്ളവർ പരസ്യമായി തന്നെ രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത് ഒരു സംശയവും വേണ്ട. തൽക്കാലം ഈ വിഷയത്തിൽ ഇത്രമാത്രം. കാരണം ഈ മനുസ്മൃതിയെ സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു ചർച്ച പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുമാകാം. ഒരു സംവാദമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവരണമോ വിശകലനമോ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുമാകാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചും മനുസ്മൃതിയിൽ നിങ്ങൾക്ക് ചർച്ചയ്ക്ക് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടോ, ഇതെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.